ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികർ, സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ, വലിയ കാരണവന്മാർ, കുഞ്ഞുങ്ങളെ, ചെറിയ കൈക്കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഓർക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങളും ശ്രീക പറയുന്ന പോലെ ഇടപെടാതെ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. വൈദികരുടെ ധ്യാനത്തിൽ തന്നെയാണ്, അതിൻ്റെ ഇടയിലാണ് ശുശ്രൂഷകളെല്ലാം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാളെ വരുമല്ലോ അല്ലേ, കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ. വൈദ്യുതി ധ്യാനം കഴിഞ്ഞിട്ട് വേഗം പുറപ്പെട്ട് കൺവെൻഷൻ സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയായി എനിക്ക് പെരുത്ത സന്തോഷമാണ്, കാരണം നിങ്ങളുടെ ഒരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ. ഹല്ലേലൂയ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ആഴ്ച സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷ നമുക്ക് കുറവലങ്ങാട് PDM സെൻറ്ററിലില്ല. 3-ാം ശനിയാഴ്ച 18-ാം തീയതിയാണ് കേട്ടോ ശുശ്രൂഷ. അത് നിങ്ങൾ യുവജനങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. യുവജനങ്ങൾക്കാണ് കേട്ടോ. യുവജനങ്ങൾ, കുട്ടികൾക്ക്, പെൻസ് +1 +2 അങ്ങനെയൊക്കെയുള്ളവർക്ക് 10-ാം ക്ലാസ് അതൊക്കെ വരാം കേട്ടോ. അവരെല്ലാം യുവജനങ്ങൾ ഗണത്തിൽപ്പെടുത്തിയിരിക്കുക. ബുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വിശേഷമൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, പ്രാർത്ഥിക്കാം. നമുക്കൊരു നന്മ ചൊല്ലി പ്രത്യേകമായിട്ട് കാഴ്ചവെക്കാം. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ദൈവവിളി ധ്യാനം 11, അത് ഞാൻ വരുന്നുണ്ട് കേട്ടോ. 11-ാം തീയതി രാവിലെ എന്താ വെച്ചാൽ കാഞ്ഞിരപ്പള്ളി അവിടെ രൂപതയുടെ കൺവെൻഷനാണ്. അപ്പോൾ ഉച്ച വരെ അവിടെ ആയിരിക്കും, 2:30 വരെ ആയിരിക്കും. അതിന് ശേഷമായിരിക്കും ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ദൈവവിളി ധ്യാനത്തിന് വരുന്ന എല്ലാവരും ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോരണം, വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെന്ന ഓരോ നന്മ പറയും എനിക്ക് ഒരുപാട് ഉപകാരമാണ് കേട്ടോ. ഒരുപാട് നന്ദി. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, ഇന്നലെ നമ്മൾ പിശാചിനെ ചേർത്ത് നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ്, ഇന്ന് ഏകദേശം അതിനോട് ചേർന്ന് വരുന്ന വചനമാണ് പിശാചിൻ്റെ മേൽ വിജയം വരിക്കാൻ എന്നതിനെക്കുറിച്ചാണ്. വെളിപാട് 12:11, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12:11. അതിന് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ. സോ വി ഹാവ് വിക്ടറി ഓവർ സേറ്റൻ ബൈ ദ പവർ ഓഫ് ദ ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. അല്ലേ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ പിശാചിൻ്റെ മേൽ വിജയം. അപ്പോൾ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഉറക്കം സഹിക്കാൻ ധ്യാന കേന്ദ്രത്തിൽ പിന്നെ ഈ യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ചൊക്കെ ക്ലാസ് കേട്ടിരുന്ന ഞാൻ ഓർക്കുകയാണ്. ശരിക്കും യേശുവിൻ്റെ രക്തം വിലയായി കൊടുത്താണ്, ജീവൻ വിലയായി കൊടുത്ത് നമ്മൾ വീണ്ടെടുത്ത്. അപ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് പിശാചിൻ്റെ മേൽ വിജയം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തോട് ചേർന്ന്, യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടുക. യേശുവിൻ്റെ രക്തം വലിയൊരു പ്രൊട്ടക്ഷനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കുന്നു, രോഗങ്ങൾ സുഖമാക്കുന്നു. എന്തുമാത്രം ബ്ലെസ്സിംഗ് ആണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. യേശുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ കഴുകി വിശുദ്ധീകരിക്കുന്നു, അല്ലെ, നിർജീവ പ്രവർത്തനം വിടുതൽ നൽകുന്നു. അതൊക്കെ ഹെബ്രായ ലേഖനത്തിലെ വചനങ്ങളാണ്, 9-ലൊക്കെ കിടക്കുന്ന വചനങ്ങളാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ ആ വചനത്തിന് പിശാചിൻ്റെ മേൽ ഒരു പവറാണ്, ഒരു അധികാരമാണ്. അപ്പോൾ വെറുതെ വചനം കാണാതെ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, പറഞ്ഞറിയാം, വചനം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ ഔദിത്യം വഴി എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങും. ആ വചനം നമ്മളങ്ങോട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആ വചനം വഴി പിശാചിൻ്റെ മേൽ ശക്തമായിരുന്നു. കാരണം നമ്മളത് പരിശീലിച്ച് വിജയിച്ച വചനം അതിനെ പിശാചിനെ തകർത്ത് കളയും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നോക്കിയേ, പിശാചിനെ കീഴ്പ്പെടുത്താൻ വളരെ സിമ്പിൾ അല്ലേ. യേശുവിൻ്റെ രക്തം, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം, ഇന്നലെ നമ്മൾ വിശ്വാസത്തെ ഉറച്ചു നിന്ന് എതിർക്കണം, അല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. യാക്കോബ് നല്ല വചനങ്ങൾ, എന്തോത്തരം കാര്യങ്ങളാണ്. പിന്നെ ഈശോ പറയുന്നില്ല, അവിടുന്ന് അവയെ വചനം കൊണ്ട് പുറത്താക്കി. വചനം പറഞ്ഞ തിന്മ വിട്ടു, അല്ലേ. എഫേസോസിലല്ലേ, വചനം കൊണ്ട് എതിർക്കണം. അപ്പോൾ നമ്മൾ വെറുതെ വചനം പറയുക മാത്രമല്ല, വചനം നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു യുദ്ധമാണ്, അല്ലേ. നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കണം, വചനം പഠിക്കുന്ന കൂടാതെ അത് പരിശീലിക്കുന്നതെന്നും കൂടി ആക്കിയെടുക്കാം. എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഈ എപ്പിസോഡുകൾ. കാരണം വെച്ചാൽ ഒരുപാട് മനുഷ്യർ ഈ ഓരോ വചനങ്ങളും പഠിച്ച് ജീവിതത്തിലേക്ക് ഇങ്ങനെ പരിശീലിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നല്ല വിശുദ്ധരാകണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഉച്ചത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോരുത്തരിലും വന്ന് നിറയണമേ. എൻ്റെ കർത്താവേ, കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോഴും ആശീർവദിക്കുകയാണ്. എൻ്റെ പിതാവേ, പിശാചിൻ്റെ ഉപദ്രവം ഏൽക്കാതെ കാത്തു സൂക്ഷിക്കണം കർത്താവ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ. ഓ കർത്താവായ ദൈവമേ, പഞ്ചേന്ദ്രിയങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, അനുമാനം യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാ ദിവസവും കഴുകി വിശുദ്ധീകരിക്കാൻ ഒരു കൃപ നിറയട്ടെ.
ഓ കർത്താവായ ദൈവമേ, ഓരോ വചനവും ജീവിതത്തിൽ പരിശീലിച്ച് പിശാചിനെ തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ, പിശാചൻ വിജയം നേടാനുള്ള ഒരു കൃപയുടെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ. കർത്താവായ ദൈവമേ, ഇന്ന് ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ആശീർവദിക്കുന്നു. എൻ്റെ ഈശോയെ, രോഗത്താൽ ഒരുപാട് ക്ലേശിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്ന രോഗത്തെ ബന്ധിക്കുന്നു, വിട്ടുപോട്ടെ. കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് രോഗസൗഖ്യം നൽകുന്നത്. സംഭവിക്കട്ടെ കർത്താവായ ദൈവം. അതുപോലെ തന്നെ മനസ്സിൽ നിരാശപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിരാശ വിട്ടുപോട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.